പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ജൂൺ 19 വ്യാഴാഴ്ച നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്ത് അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, പലതരത്തിലുള്ള കടൽക്ഷോഭങ്ങളിൽ ജനങ്ങൾ വീട് വിട്ട് അന്യദേശങ്ങളിൽ പോയി താമസിക്കണേ. സ്വന്തം മക്കളെ കെട്ടിച്ച വീട്ടിലും ബന്ധുക്കളുടെ വീട്ടിലുമൊക്കെ നാട് വിട്ടു പോയി താമസിക്കുക. അവിടെ പുരുഷന്മാരെല്ലാം പല പല നിരാലംബരായി കടപ്പുറത്ത് ചെല്ലാൻ പോലെയുള്ള കടലോരങ്ങളിൽ അലഞ്ഞു നടക്കുന്ന ദാരുണമായ കാഴ്ചയാണ് കാണുന്നത്. അവർ ഉരുൾപൊട്ടുന്നവരും നദി കരകഴിഞ്ഞ് വീട്ടിലോട്ടൊഴുകുന്നവരും എല്ലാ മേഖലയും ജീവിതം സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥകളിൽ കർത്താവ് എത്രയും വേഗം വെള്ളം ഇറങ്ങി ജനങ്ങൾ സ്വസ്ഥത അനുഭവിക്കുവാനും ഇതിനുള്ളിലെ അഡ്മിഷനും മറ്റ് ഉപരിപഠനങ്ങൾക്കുമായി പോകുന്ന കുഞ്ഞുങ്ങൾക്ക് സ്വന്തം വീടും അവരുടെ സർട്ടിഫിക്കറ്റ് വെക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതി വെള്ളം ജലപ്പൊക്കം കവിഞ്ഞ വീടുകളുണ്ട്.
എത്രയും വേഗം വെള്ളം ഇറങ്ങി സ്വന്തം വീടുകളിലേക്ക് ജനങ്ങൾ തിരിച്ചു വരാൻ പരിശുദ്ധമ്മ ദേവമാതാവിനോട് പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മ ദേവമാതാവേ, കനായിലെ കല്യാണ കുടുംബത്തിലേക്ക് എന്നപോലെ നഷ്ടപ്പെട്ടു പോയ, പകുതിയും അടിയിലായിപ്പോയ ആലപ്പുഴ കൊച്ചി മേഖലകളിലും മറ്റ് കടലോര പ്രദേശങ്ങളിലുമുള്ള കുടുംബങ്ങളെ അമ്മ ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികളെ കണ്ണുകളെ എത്രയും വേഗം അടിയന്തരമായ ഈ മേഖലയിലേക്ക് തിരിക്കുവാനും മറ്റെല്ലാ അവരുടെ ഊന്നലുകൾക്കും അപ്പുറത്തായി പ്രഥമ പരിഗണന വെള്ളപ്പൊക്ക ദുരിതാശ്വാസ മേഖലകളിൽ കിട്ടുന്നതിന് വേണ്ടി ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുശോചിതമായ അടിയന്തര നടപടികൾ ക്ലേശം അനുഭവിക്കുന്ന എല്ലാവർക്കും സംരംഭമാക്കുന്നതിന് വേണ്ടി എല്ലാ സാമൂഹ്യ പ്രവർത്തകരും ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അവകാശത്തിന് പോരാടുന്നവരെയും ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിങ്ങളെ ആവശ്യിക്കട്ടെ. ലോകം മുഴുവൻ ഈ പ്രാർത്ഥന കൂടുന്ന, ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന ജീവിതത്തിൻ്റെ ഇന്നത്തെ അവസ്ഥകളെ, ജൂൺ 19 തീയതിയായി ഇന്ന് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കുന്നതിന് അവരനുഭവിക്കുന്ന അശക്തികൾ, വ്യക്തിപരമായ പോരായ്മകളെ പരിഹരിക്കുന്ന ഒരു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് നിങ്ങൾ സമർപ്പിക്കുന്നു. നിങ്ങളുടെ യാത്രകൾ, തിരിച്ചു വരുന്നവരെ കർത്താവിൻ്റെ സന്തതമായ സാന്നിധ്യം, നിങ്ങൾ എവിടെയെല്ലാം ആടലോടെ സംസാരിക്കുന്നോ, എന്തെല്ലാം ചെയ്യുന്നുവോ അവിടെയെല്ലാം നിങ്ങൾക്ക് സഹായം ആവശ്യമായി വരുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് അനേകം മക്കളിലേക്ക് സാക്ഷ്യം ഉണ്ടാകാൻ വേണ്ടി, പറഞ്ഞാൽ തീരാത്ത സാക്ഷ്യങ്ങൾ പറയുന്നുകൊണ്ടിരിക്കുന്ന കൃപാസന അൾത്താരയിലേക്ക് എത്രയും വേഗം ദൈവാനുഭവം കിട്ടിക്കൊണ്ട് ജനങ്ങൾ ആവഹിക്കപ്പെടുന്നതിന് വേണ്ടി, അവിടെ ഓരോ ആവശ്യങ്ങളുടെ മേലും ദൈവികമായ തീരുമാനം ഉണ്ടാകാൻ ഈശോയുടെ ഉന്നതമായ നാമത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വളരെ ശോചനീയമായ കാലാവസ്ഥയുള്ള സമയത്ത് വലിയ രോഗങ്ങൾ, ശ്വാസം മുട്ടലുകൾ, മറ്റു പല പല രോഗങ്ങൾ, സ്വന്തമായിട്ട് തന്നെ ആരോഗ്യമുള്ളവർക്ക് പോലും ജീവിക്കാൻ പ്രയാസം അനുഭവിക്കുന്നവർ, രോഗമുള്ളവർ, അതിനേക്കാൾ മറ്റൊരു ആരുടെയും സഹായം കിട്ടാത്ത രീതിയിൽ വലപാടും മരിച്ചാൽ മതിയെന്ന് പോലും നിരാശയോട് ഓർക്കുന്ന എല്ലാവരെയും ഈ പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ, കർത്താവിൻ്റെ വെളിച്ചം, കർത്താവിൻ്റെ ശക്തി, ആവുന്നിടത്തോളം സഹായത്തിൻ്റെ അനുഗ്രഹം കിട്ടുന്നവർ, അത്രയും മറ്റുള്ളവരെ സഹായിക്കുന്നതിന് സംരക്ഷിക്കുന്നതിനുള്ള ദൈവാനുഭവം, പ്രേക്ഷിത ചൈതന്യം ലഭിക്കുന്നവർ അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള പ്രത്യേക കൃപ അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി അതിനെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആധ്യാത്മിക മേഖലകളിലെ ഞങ്ങളെപ്പോലെയുള്ള സുവിശേഷ പ്രവർത്തകരും അഭിമുഖീകരിക്കുന്ന ഒരു ആത്മീയ പ്രതിസന്ധി എന്ന് പറയുന്നത്, ഓരോ മനുഷ്യനും അവൻ്റെ ഭൗതിക വളർച്ചയുടെ വയസ്സ് അനുസരിച്ച് കൊണ്ട് വിശ്വാസ വളർച്ച വർദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈശോ പറഞ്ഞില്ലേ, ഒരു ദിവസം വരും, ആ ദിവസം നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല. ഞാൻ എപ്പോഴും സ്വപ്നം കാണുന്ന ഒരു ദിവസമാണത്. അതായത് ജീവിത ആവശ്യങ്ങൾക്ക് 0 റെഫറൻസ് കൊടുത്തുകൊണ്ട് കർത്താവിന് വേണ്ടി തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദൈവസ്നേഹത്തിൻ്റെ മണിക്കൂറുകൾ ചെലവഴിച്ചുകൊണ്ട് ജീവിക്കാൻ, എന്നിട്ട് സഹനത്തെ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിരോധിക്കുവാനും സമീപിക്കുവാനും അതിജീവിക്കുവാനും അങ്ങനൊരു സാധ്യതയുണ്ട്. കാര്യം ഞാനിതൊക്കെ ഇപ്പോൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ തന്നെ പറയും, അച്ഛൻ എന്ത് മനുഷ്യന് മനസ്സിലാകാത്ത കാര്യം സംസാരിക്കണം. അങ്ങനെയല്ല. 10-20 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പേഴ്സണൽ അസസ്മെൻറ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഞാൻ ചാസ്മത്ത് ഓർക്കുകയും ഇപ്പോൾ ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. അല്ലേ? എന്ന് വായിച്ചേ 17:3 യോഹന്നാൻ. ഏകസത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഇതിൻ്റെ വിഷയം പറയുന്നത്, നിത്യജീവൻ എന്ന് പറയണത് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കണം. ഈ അറിവ് എവിടെ വെച്ചും ആരംഭിക്കാം. ഈ അറിവ് എവിടെ വെച്ചും ആരംഭിക്കാം. അതിന് പലരും പറയും മതമൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് ഉള്ള വിഷയങ്ങളെക്കുറിച്ചാണ് മതം കൂടെ സംസാരിക്കണമെന്ന്. അത് നോൺ സെൻസായിട്ട് മതത്തെക്കുറിച്ചും അതിൻ്റെ ജീവിത രീതികളെക്കുറിച്ചും അറിയാൻ പാടില്ലാത്തവരാണ്. ആത്മീയ അനുഭവങ്ങളെക്കുറിച്ച് ഒരു 0 നോളജ് ഉള്ളവരാണ്. ഏകസത്യമായി നീ യേശുക്രിസ്തുവിനെ അറിയുകയാണ് എത്തിയെന്ന് പറയുമ്പോൾ, ഈ യേശുക്രിസ്തുവിനെ അറിയുക, പിതാവിനെ അറിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് സമയത്തും ഭൂമിയിലെ
ദൈവജ്ഞാനത്തോടെ ദൈവസ്നേഹത്തോടെ ദൈവാനുഭവത്തോടെ ജീവിക്കുന്ന ഓരോരുത്തർക്കും നിത്യജീവനിലാണ് അവർ. ഇതിൻ്റെ തുടർച്ചയാണ് നമുക്ക് ശരീരമില്ലാത്ത അവസ്ഥയിൽ ഉള്ള ആത്മാവിൻ്റെ അനുഭവമായിട്ട് തുടർന്നുകൊണ്ട് പോണത്. ദൈവത്തോട് ഇൻറ്റിമസി വേണം നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? അല്ല എന്നും നിങ്ങളിങ്ങനെ മേലോട്ട് നോക്കി ഓരോ ജീവിത ആവശ്യങ്ങളുടെ പ്രാർത്ഥിക്കുന്നതാണ്. അത് ABCD എന്ന് പറയും. 4ാം ക്ലാസ് വരെ ഉള്ളൂ. അതിന് പിന്നെ വളർച്ച വേണ്ടേ? ഏറ്റവും വലിയ അധ്യാത്മ ദുരന്തം എന്ന് പറയുന്നത് ഒരു 40 വയസ്സുള്ളവനും 4 വയസ്സിൻ്റെ വിശ്വാസമേ ഉള്ളൂ. അതല്ലല്ലോ, ഇതിനെന്ത് വളർച്ചയാണുള്ളത്? വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം എന്നും പറഞ്ഞ് ഇങ്ങനെ ഇൻറ്റിമസിയിലൂടെ വളരണത് ദൈവാനുഭവത്തിലേക്ക്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ 14:21 വായിച്ചേ, 23 യോഹന്നാന്റെ സുവിശേഷം. യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഇത് പ്രസൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഈശോ പറഞ്ഞപ്പോൾ അങ്ങനെ പോയണേ. എന്താണ്? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അതല്ലേ ഉടമ്പടി. ഉടമ്പടിയിൽ വരുന്ന വിഷയം എന്ന് പറയുന്നത് എന്താണ്? ഉടമ്പടിയിലെന്ന് പറഞ്ഞ വിഷയം ദൈവത്തെ സ്നേഹിക്കാനുള്ള പ്രത്യേകമായ നിയോഗമാണ്. ഉടമ്പടി നിയോഗം എന്താ? നമ്മളുടെ വസ്തു വിൽക്കണം, അല്ലെങ്കിൽ മകളെ കെട്ടിക്കണം, ജോലിക്ക് പ്രൊമോഷൻ കിട്ടണം, PR കിട്ടണം, ദാറ്റ്സ് ഓക്കെ. അതെല്ലാം വിഷയബന്ധിയാണ്. ശരിക്കും വിഷയബന്ധിയിൽ നിന്ന് ഒരു ടൈം കഴിയുമ്പോൾ ക്രൊണോളജിക്കൽ ഗ്രോത്ത് അനുസരിച്ച് വ്യക്തിബന്ധിയിലേക്ക് നമ്മൾ വളരണം. അതിനാണ് ഉടമ്പടി പുതുക്കണ ആൾക്കാർ. വ്യക്തിബന്ധിയിലേക്ക് വളരണം എന്തിനാണ്? അതാണ് ഒന്നൊരു വായിച്ചത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കുകയും. അപ്പം കൽപ്പന അവിടെ പാലിക്കണത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇപ്പോൾ ഉടമ്പടി പച്ചയായിട്ടുള്ള ആൾക്കാരൊക്കെ, പച്ച വ്യാപാരില്ല, 1ാം സ്ഥാനം, 1ാം ഘട്ടം, അവർ ആ ഉടമ്പടി പാലിക്കുന്നതിൻ്റെ കാര്യം അവരുടെ വിഷയങ്ങൾ നടക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഉടമ്പടി നീല പേപ്പർ വെള്ള പേപ്പറിലേക്ക് മാറുമ്പോൾ അവരെന്താ ചെയ്യേണ്ടത്? അവർ ഉടമ്പടി പാലിക്കുന്നതിൻ്റെ കാര്യം എന്താ പറയണത്? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഉടമ്പടിയിൽ കൽപ്പന പാലിച്ചു പോകുന്നത്. ആദ്യം നമ്മൾ ചെയ്യണത് നമ്മുടെ വിഷയത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കണം പുതുക്കുമ്പോൾ. ആ ഒരു ഗ്രോത്ത് ആ ബേസിൽ ഉണ്ടാവണം. അപ്പം ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയാണ്, അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് നമ്മൾ. അപ്പോൾ അതിൻ്റെ പേര് ഞങ്ങൾ വന്ന് അവരിൽ വാസം ഉറപ്പിക്കും. അതാണ് പ്രസൻസ്. ഉടമ്പടിയിൽ ഒത്തിരി പേര് മഴവില്ല് കണ്ടു, സഞ്ചാരി മാതാവാണ്, മാതാവ് ദർശനത്തിൽ വന്നു, സ്വപ്നത്തിൽ വന്നു, സ്വപ്ന ദർശനം ഉണ്ടായി. ഇങ്ങനെ ഓരോരോ ദൈവത്തിൻ്റെ പ്രസൻസിനെ കുറിച്ചാണ് പറയണത്. സുഗന്ധാഭിഷേകം ഉൾപ്പെടെ. അതിൻ്റെ കാര്യം എന്താണ്? ഉടമ്പടി പക്വതയിലേക്ക് വരുന്നതനുസരിച്ചുകൊണ്ട് പ്രസൻസ് കൂടിക്കൂടി വരും. അങ്ങനെ ആ ഒരു ലെവലിലുള്ള ദൈവാനുഭവത്തിലേക്ക് വരാൻ വേണ്ടി നമ്മൾ ജീവിതത്തെ ക്രമീകരിക്കണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. താങ്ക് യു. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.